പട്ടാമ്പി MLA മുഹമ്മദ് മൂസിനോട് പട്ടാമ്പി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. നിയമസഭയിൽ ചെല്ലുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം. അതിൽ ഏറ്റവും ഒന്നാമത്തെ ചോദ്യം PM ശ്രീ ഇപ്പോൾ ഹലാലായോ എന്നാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് നൽകി കേരളത്തിൽ മദ്യ മാഫിയയ്ക്ക് അനുകൂലമായ തീരുമാനമെടുത്തതിനോട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ്? ഈ രണ്ട് ചോദ്യം ചോദിക്കണം എന്നാണ് പറഞ്ഞത്. ആ രണ്ട് ചോദ്യവും ചോദിച്ചു മുഹമ്മദ് മൂസിൻ. പക്ഷേ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല മുസ്ലിം ലീഗ് നേതാക്കൾ. കേൾക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ശ്രീ മുഹമ്മദ് മുഹ്സിൻ 10 മിനിറ്റ് അങ്ങേക്ക്. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ്. ഈ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ഒരു വിസ്മയവുമില്ല. വിസ്മയം പ്രതീക്ഷിച്ച സർക്കാർ ജീവനക്കാർ ആ വിസ്മയം ഇല്ല എന്നുള്ളത് ഉള്ളതുപോലും കിട്ടുമെന്നുള്ള ഉറപ്പില്ലാത്ത സാഹചര്യമാണ്. വിസ്മയം പ്രതീക്ഷിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് കരുതിയ ആളുകൾ 3000 രൂപ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഒരു വിസ്മയവും ഉണ്ടായില്ല. മാത്രമല്ല PM ശ്രീ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞവരും അത് നടപ്പിലാക്കിയില്ല. അതിലും വിസ്മയമില്ല. ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിസ്മയവും ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ്. എന്നാൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ ബഡ്ജറ്റിൽ മലബാറിനെ പൊതുവെയും പാലക്കാട് ജില്ലയെ പ്രത്യേകിച്ചും പൂർണ്ണമായി അവഗണിച്ച ഒരു ബഡ്ജറ്റ് കൂടിയാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം ജീവിക്കുന്ന, കേരളത്തിൽ ഇവിടെയുള്ള UDFന് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിയ പ്രദേശത്തുള്ള ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് പോലെയുള്ള പരിഗണന നൽകിയിട്ടില്ല. മലബാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയെ ആകെ ബഡ്ജറ്റിൻ്റെ ഇതിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ പാലക്കാട് ജില്ലക്ക് ജയിലാണ് അതിൽ നിർമ്മാണം പറഞ്ഞിട്ടുള്ളത്. പുതിയ ജയിൽ നിർമ്മിക്കും. മലപ്പുറം ജില്ലയിൽ സ്റ്റേഡിയമെങ്കിലുണ്ട്. എന്നാൽ നോളേജ് പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തിന്, കൊല്ലത്തിന് ധാതു ആയിട്ട് ബന്ധപ്പെട്ട പ്രയോറിറ്റി, അതുപോലെ തന്നെ ആലപ്പുഴക്ക് ബ്ലൂ ഇക്കോണമിയുടെ ഭാഗം, അതോടൊപ്പം തൃശ്ശൂരിനും കൊച്ചിക്കും സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി ഒക്കെ കൊടുത്തപ്പോൾ മലബാറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇപ്പോൾ ഇവിടെ KSRTCയുടെ കാര്യം പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഈ ഓർഡിനറി എന്ന് പെർമനൻ്റ് ആയിട്ട് എഴുതിയതിൻ്റെ താഴെ ഒരു സ്റ്റിക്കർ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പെർമനൻ്റ് ആയിട്ട് എഴുതിയോടത്തെങ്കിലും സിറ്റി ഫാസ്റ്റ് എന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലും മലബാറിലെ പ്രദേശത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതിൻ്റെ ഗുണം ലഭ്യമാകാത്ത രീതിയിൽ ഓർഡിനറി ബസ്സുകൾ തുലോം വളരെ 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 കുറവാണ് മലബാറിലുള്ളത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ മലബാറിനെ പ്രത്യേകമായി പരിഗണിക്കുകയും പാലക്കാട് ജില്ലയെ പ്രത്യേകമായി പരിഗണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം പുതിയ ജില്ലകളുടെ പ്രപ്പോസൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വള്ളുവനാട് ജില്ല, പട്ടാമ്പി കേന്ദ്രമാക്കിക്കൊണ്ട് വള്ളുവനാട് ജില്ല സാംസ്കാരികമായിട്ടും ഭാഷാപരമായിട്ടും മറ്റെല്ലാ തരത്തിലും ആ വള്ളുവനാടിൻ്റെ സംസ്കാരമുള്ള ആ ജില്ല രൂപീകരിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. സർ, ഈ ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർ, പ്രത്യേകം ശ്രദ്ധിക്കണം. വൻകിട കോർപ്പറേറ്റുകൾക്ക്, പ്രത്യേകിച്ച് ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയാണ് ഈ ബഡ്ജറ്റിൽ ഇത് വകുപ്പ് മന്ത്രി പോലും അറിയാതെ പ്രഖ്യാപിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബീവറേജ് എന്ന പ്രത്യേക വിഭാഗമായി പരിഗണിക്കും. എന്താ ബിയറും വൈനും അതിൽ ഉൾപ്പെടുത്താത്തത്? പ്രത്യേക കമ്പനിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ബിയറിനെയും വൈനിനെയും ഒഴിവാക്കിക്കൊണ്ട് ആ കമ്പനിക്ക് വേണ്ടി മാത്രം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. ഈ ഫയൽ 2023 ബെക്കാഡി കമ്പനി അപേക്ഷ കൊടുത്തിട്ട് ആ ഫയൽ നീങ്ങാത്ത ഫയൽ ശരവേഗത്തിലാണ് ഇപ്പം നീങ്ങിയത്. ഈ UDF അധികാരത്തിൽ വന്നപ്പോൾ എലക്ഷൻ്റെ ശേഷം അദാനിയുടെ ചാർട്ടേഡ് വിമാനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പ്രത്യേകമായി കർണാടകയിലെ വലിയ ലോബികളെ കാണാൻ പോയതിൻ്റെ ഉദ്ദേശം ഇതും കൂടി ആയിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ അത്? പോയിട്ടില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഇതെന്തിനാണ് പോയത്? ചർച്ച ചെയ്തത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ലേ? എന്താ ഈ സഭയിൽ പറയാത്തത്? എന്തിനാണ് ബെക്കാഡി കമ്പനിക്ക് പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർ ഉണ്ടാക്കുന്ന അവരുടെ കൃഷി ഉൽപ്പന്നങ്ങളും അവരുടെ പഴവർഗ്ഗങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന് ഇളവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കർഷകർക്ക് ഗുണം കിട്ടാനാണെന്ന് പറയാം. കർണാടകയിലെ സ്പിരിറ്റ്
ലോബിയെ സഹായിക്കാൻ വേണ്ടി എന്തിനാണ് കേരളത്തിലെ ബഡ്ജറ്റിൽ വകുപ്പ് മന്ത്രി അറിയാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. മദ്യത്തിന് ഇത് മാത്രമല്ല, ഈ ധവളപത്രം വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ആ ധവളപത്രത്തിൽ പറയാണ് സിവിൽ സപ്ലൈയും ബീവറേജും കൂടി ലയിപ്പിക്കാൻ പോവുകയാണ്. എല്ലായിടത്തും നമുക്ക് ഇനി ഇത് സുലഭമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട്, ഇത് ഞാൻ നുണയൊന്നല്ല പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ സിവിൽ സപ്ലൈ വിഭാഗത്തിനുണ്ടാകുന്ന നഷ്ടം ബീവറേജ് വിഭാഗത്തിലെ ലാഭത്തിൽ നിന്ന് നികത്താനും അതുവഴി സർക്കാരിന് വലിയൊരു നികുതി ബാധ്യത ഒഴിവാക്കാനും സാധിക്കുമെന്ന് കമ്മിറ്റിയുടെ അഭിപ്രായമാണത്രേ. അങ്ങനെ ധവളപത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈയും ബീവറേജും ഒന്നാക്കി മാറ്റുക എന്ന ഉദ്ദേശം. എനിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരെ അപ്പുറത്തിരിക്കുന്നുണ്ട്. മദ്യനിരോധനമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇപ്പോ വീര്യം കുറഞ്ഞ മദ്യം ഹലാലായോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പ്രശ്നമില്ല. എന്താണ് ഈ സാഹചര്യം? പിന്നെ ഈ ബഡ്ജറ്റിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രയോറിറ്റികളെല്ലാം തന്നെ ഇവിടുത്തെ മിനറൽസ്, അതുപോലെ തന്നെ ഇവിടുത്തെ പോർട്ടുകൾ, വിമാനത്താവളങ്ങൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അത് വിൽപ്പന നടത്താനുള്ള പ്രപ്പോസൽസാണ്, അതുവഴി വരുമാനം ഉണ്ടാക്കാനുള്ള പ്രപ്പോസൽസാണ്. ഈ മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്ന, ഈ മേഖലയൊക്കെ ബിസിനസ് നടത്തുന്ന ആളാരാ? ഇന്ത്യയിൽ അദാനിയാണ്. അദാനി മോദി നെക്സസിനെ കുറിച്ച് ഏറ്റവും ശക്തമായി പറയുകയും എന്നെ അയോഗ്യനാക്കിയത് അദാനിക്കെതിരെ സംസാരിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞതും രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി എതിർത്ത, അതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ ശ്രീ വി.ഡി. സതീശൻ എങ്ങനെ പോയി എന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് VM സുധീരനും KC വേണുഗോപാലും അടക്കമുള്ളവർ ഇതിൽ സംശയം പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല സംശയം, ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിൽക്കുകയാണ് ബ്ലൂ ഇക്കോണമി, ഏവിയേഷൻ വാലി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഈ ബഡ്ജറ്റ് രേഖയിൽ പറയുന്നു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പ്രീമിയം അടക്കേണ്ടി വരും, വളരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് പ്രീമിയം വേണ്ട, ബാക്കിയുള്ളവർക്ക് പ്രീമിയം അടക്കേണ്ടി വരും. ബാക്കിയുള്ളവർ, പണമുള്ളവർ ഇപ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു വാങ്ങുന്നുണ്ട്. എന്തിനാണ് അവരെ കമ്പൽസറി ആക്കിയിട്ട് സർക്കാർ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പ്രീമിയം അടക്കണം എന്ന് പറയുന്നത്? ഏത് കമ്പനിക്ക് വേണ്ടിയാണ് എന്നിവിടെ വെളിപ്പെടുത്തണം. സൗജന്യ ചികിത്സ കൊടുക്കുന്ന ആ ഫണ്ട് മാത്രം സർക്കാർ കൊടുക്കുകയും സർക്കാർ ആരോഗ്യ മേഖലയിൽ നിന്ന് പിന്മാറുകയും ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ഇൻഷുറൻസ് നല്ലതാണ്. ഇൻഷുറൻസ് നല്ല രീതിയിൽ പൊതുമേഖലയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്ന് 1 ലക്ഷം രൂപയുള്ളത് ചിലപ്പോ 10 ലക്ഷമായി ആ ഇൻഷുറൻസ് അടിച്ചു മാറ്റാൻ പ്രൈവറ്റ് ആശുപത്രികൾ നോക്കിയാൽ, നാളെ ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾ ആശുപത്രിയിൽ ചെന്നാൽ ആ ചികിത്സക്ക് ചെലവ് കൂടിയാൽ, വിദേശ രാജ്യങ്ങളിലെ പോലെ ഇൻഷുറൻസിന് വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന് ചികിത്സ നേടേണ്ട സാഹചര്യം വന്നാൽ ആരാണ് ഉത്തരവ് പറയുക? അതിനുള്ള കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടോ? ഉണ്ടാക്കേണ്ടതുണ്ട്. വെറും 10 കോടി മാത്രമാണ് അതിനനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അദാനിയുടെ ഈ മേഖലകൾ, ബ്ലൂ ഇക്കോണമി അടക്കമുള്ള മേഖലകളിലേക്ക് 1500 കോടിയിലധികം വരുന്ന തുകയുടെ മാറ്റമുണ്ട്. സാധാരണക്കാരന് ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ചികിത്സ ഉറപ്പുവരുത്താനുള്ള പണം പറയുന്നില്ല. 1 കോടി രൂപയാണ് അതിനനുവദിച്ചിരിക്കുന്നത്. അദാനിക്ക് 1500 കോടി, സാധാരണക്കാരനും പാവപ്പെട്ടവനും 1 കോടി, അത് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ. ഇതാണ് സാഹചര്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റ് നമുക്കറിയാം പൂർണ്ണമായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മറവിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മറവിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നു എന്നത് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടില്ലേ? മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുതായിട്ടുണ്ടാക്കുന്നതിന് കേരളത്തിന്റെ പ്രതിനിധിയെ പോലും അവര് വലിച്ചു മാറ്റി, ഒഴിവാക്കി. പ്രതികരണമില്ല ഈ ഗവൺമെന്റിന്. മാത്രമല്ല നമുക്കറിയാം ഈ സംഘപരിവാർ എല്ലാ മേഖലയിലും കടന്നുകൂടുന്നു. PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നു. PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു മന്ത്രി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ട്
അവർ അറബിക്കടലിൽ ആ വോട്ടർമാർ കാത്തിരിക്കുന്നില്ല. കാരണം ആളുകൾക്കറിയാം ഈ വാക്കിന്റെ വില എത്രയായിരിക്കുമെന്ന്. പക്ഷെ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ, പി എം ശ്രീ ആരംഭിച്ചത് കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ പി എം ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ്. നമുക്കറിയാം ഹിമാചൽ പ്രദേശില്, ഛത്തീസ്ഗഡില് 2023 ഒപ്പിട്ടു. അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഹിമാചൽ പ്രദേശില്, കർണാടകയില്, തെലങ്കാനയില് ഇവിടെയൊന്നും കോൺഗ്രസ് അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിൽ എതിർപ്പ് പറഞ്ഞു. 30 ദിവസം കൊണ്ട് പിൻവലിക്കാമായിരുന്നത് കൊണ്ട് തന്നെ 22 ദിവസം കൊണ്ട് ഞങ്ങൾ പി എം ശ്രീയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു. അത് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അങ്ങനെ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് മുമ്പിൽ പഞ്ചാബിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. എന്താ പിൻവലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഇല്ലാത്തത്? ഇത് പൂർണ്ണമായി നട്ടല് സംഘപരിവാര രാഷ്ട്രീയത്തിന് വേണ്ടി വളഞ്ഞ് പൊട്ടിപ്പോവും. അത്രയും അപകടമായ സാഹചര്യത്തിലാണുള്ളത്. എന്താണ് സംശയം? MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആരാണ് നിയമിച്ചത്? ചുരുക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ളത് സംഘപരിവാര സംഘടനയുടെ, അധ്യാപക സംഘടനയുടെ നേതാവിനെ VC ആയിട്ട് നിയമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലാണ്. അഭിപ്രായമില്ലേ? എന്തേ ഗവർണറോട് ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല 19ഓളം വരുന്ന സംഘപരിവാറുകാരെ ആ സെനറ്റിലേക്ക് നിയമിച്ചപ്പോൾ ഒരു ശബ്ദം പോലും ഉയർത്താൻ തയ്യാറായില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ശബ്ദമുണ്ടോ? ഒന്നും പറയുന്നില്ല. ഗവർണറുടെ സ്വന്തം ആളായിട്ടുള്ള ആളെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, ഈ സംഘപരിവാര രാഷ്ട്രീയം വിദ്യാഭ്യാസത്തിൽ മസ്തിഷ്കത്തിലേക്ക് കയറാൻ, തലമുറയെ മാറ്റാൻ വേണ്ടിയാണ് ഇടപെടുന്നത് എന്ന് പറയുമ്പോൾ അതിന് പച്ചപ്പരവതാനി വിരിച്ചു കൊടുക്കുകയാണ്. ഇന്നലെകളിൽ ലീഗിനും ഇന്ന് ഹലാലായി മാറിയിരിക്കുകയാണ്. എന്നോട് ലീഗിന്റെ പ്രവർത്തകരും ഇവിടെ പറയാൻ പറഞ്ഞതാ, ഇവിടുത്തെ പ്രവർത്തകരല്ല, എന്റെ നാട്ടിലെ പ്രവർത്തകരടക്കമുള്ളവർ PM ശ്രീയിൽ നിന്ന് പെരുമാറാൻ ധൈര്യത്തോടെ നിൽക്കേണ്ടതില്ലേ? എന്താ അതിന് ആർജവമില്ലാത്തത്? ബഹുമാനപ്പെട്ട അംഗം, സമയം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, PM ശ്രീന്ന് പിൻവലിയാൻ ഇനിയും സമയമുണ്ട്. അതിന് കഴിയുകയും ചെയ്യും. പക്ഷേ നട്ടല് നിവർത്തിക്കൊണ്ട് അഭിപ്രായം പറയണം. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തില് ഹലാലായി പോയോ? സമയം കഴിഞ്ഞു. പ്ലീസ് അദാനിക്ക് വേണ്ടിയും ഇവിടെ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് എതിർക്കും ഈ ബഡ്ജറ്റിനെ.